ഹൈക്കോടതിയിൽ ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് സർക്കാർ. ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പിനേക്കാൾ കൂടുതൽ ചെലവിട്ട് ബോർഡ് ഉത്തരം പറയണമെന്ന ഹൈക്കോടതി. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പണം ചെലവായിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരിക്കണമെന്ന ഹൈക്കോടതി. സംഗമത്തിനുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ ഏറെ ചെലവുണ്ടായെന്നാണ് ഓഡിറ്റിംഗിൽ നിന്നും വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിലാണ് വിശദീകരണം വേണ്ടതെന്നും ജസ്റ്റിസ് വി രാജവിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയത്. വരവ് ചെലവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷമാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സംഗമത്തിന്റെ പേരിൽ നടന്ന പല ഇടപാടുകളുമെന്ന് കോടതി പറഞ്ഞു. ബോർഡ് കൂടുതൽ സമയം തേടുന്നതിൽ അർത്ഥമില്ല. ബോർഡിന്റെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ച റിപ്പോർട്ട് നൽകാൻ ഓഡിറ്റ് സ്ഥാപനത്തോട് നിർദ്ദേശിച്ചു. എങ്ങനെ മെച്ചപ്പെടുത്താനാകും എന്നതിൽ നിർദ്ദേശങ്ങളും നൽകണം. വിഷയം ഏപ്രിൽ 1 വീണ്ടും പരിഗണിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനായി തുറന്ന ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ സ്പോൺസർഷിപ്പായി ലഭിച്ചത് 4 കോടിയോളമാണ്. ഇതിൽ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കും 1 കോടി കേരള ബാങ്കും 98 ലക്ഷം അദാനി വിഴിഞ്ഞം പോർട്ടും നൽകിയതാണ്. ഇതിനു പുറമെ ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് 5 കോടിയും അക്കൗണ്ടിലെത്തി. സംഗമത്തിന്റെ നടത്തിപ്പ് ഏൽപ്പിച്ചിരുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അയച്ച പുതുക്കിയ ബിൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 7 കോടിയിലധികമാണ് ചിലവായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ 3 കോടി മുൻകൂറായി നൽകി. 4 കോടിയിലധികം ലഭിക്കാനുണ്ട്. നടത്തിപ്പിന് IIIC നിയോ കൊച്ചിൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, കോവളം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയ്ക്ക് യഥാക്രമം 2 കോടിയോളം, 3.5 കോടിയിലധികം, 36 ലക്ഷം രൂപയ്ക്ക് ഉപകരാർ നൽകി. പല പരിപാടികളുടെയും ബില്ലുകൾ ഒരുമിച്ചാണ് നൽകിയത്. ഓരോ പരിപാടിയുടെയും ചെലവ് കൃത്യമായി വിലയിരുത്താനായിട്ടില്ല. ജോയിന്റ് മെഷർമെന്റ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ഓഡിറ്റർ ഹൈക്കോടതിയിൽ കൃത്യമായി വ്യക്തമാക്കിയതോടെ ആ വഴിക്കും സർക്കാരിനും ദേവസ്വം ബോർഡിനും CPM-നും വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തം. വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി ചെലവായ തുകയുടെ യഥാർത്ഥ ബില്ലുകൾ പരിശോധനയ്ക്കായി ഹാജരാക്കിയിട്ടില്ലെന്ന് ഓഡിറ്റർ അറിയിച്ചു. ക്രോഡീകരിച്ച ബില്ലുകൾ മാത്രമാണ് ലഭിച്ചത്. അതിനാൽ ബജറ്റിന് മുകളിൽ ചെലവ് വന്നത് സ്വതന്ത്രമായി പരിശോധിക്കാനോ താരതമ്യം ചെയ്യാനോ സാധിച്ചില്ല. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആസ്തി രജിസ്റ്റർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചില്ലെന്നും ഓഡിറ്റർ വ്യക്തമാക്കി. കണക്കുകളിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓഡിറ്റർക്ക് കോടതി നിർദ്ദേശം നൽകി. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഓഡിറ്റർ അറിയിച്ചു. വിഷയം 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതി നിരീക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഓഡിറ്റ് സമയത്ത് കണ്ടെത്താൻ കഴിയാത്ത പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഓഡിറ്റർമാർക്ക് നിർദ്ദേശം നൽകി. ഓഡിറ്റർമാർ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. നവകേരള സർവേക്ക് ബുക്കും പാഡും ബ്രോഷറും തയ്യാറാക്കാനായി ചിലവാക്കിയത് 8 കോടി രൂപ. 85,000 ബുക്ക്ലെറ്റുകൾ അച്ചടിച്ചത് സാധൂകരിക്കാൻ നൽകിയ ഉത്തരവിലാണ് ഈ വിശദാംശങ്ങളുള്ളത്. സർവേ ഫോം, ഫീഡ്ബാക്ക്, ബ്രോഷറുകൾ, പാഡ്, നോട്ട്ബുക്കുകൾ എന്നിവയ്ക്കാണ് 8 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. സർവേ നടത്തിയ സന്നദ്ധ സേനാംഗങ്ങൾക്കാണ് സ്റ്റേഷനറിയും ഫോമുകളും മറ്റും കൈമാറിയത്. സർക്കാർ ഉത്തരവില്ലാതെ നവംബർ 25-ന് വർക്ക് ഓർഡർ നൽകിയതിനെ സാധൂകരിക്കാൻ നൽകിയ ഉത്തരവ് ഇന്നലെയാണ് PRD പുറപ്പെടുവിച്ചത്. ഹൈക്കോടതിയുടെ പ്രഹരങ്ങൾക്കിടെ സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അനുകൂല വിധി കിട്ടിയിരുന്നു. ഹൈക്കോടതിയുടെ വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചാണ് നവകേരള സർവേ റദ്ദാക്കിയ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. സർവേ നടത്താനുള്ള പദ്ധതിയിൽ എന്താണ് തെറ്റെന്ന് തുടക്കത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായമാണ് സർക്കാർ തേടുന്നത്. നയം രൂപീകരിക്കുന്നതിന് പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 20 കോടി രൂപ ചെലവിട്ട് PR ക്യാമ്പയിനാണ് നടന്നതെന്നും പാർട്ടി പ്രവർത്തകരാണ് സർവേക്കായി വീടുകളിലെത്തിയതെന്നും എതിർ കക്ഷികൾ വാദിച്ചിരുന്നു. ഏപ്രിൽ 13-ന് അപ്പീൽ പരിഗണിക്കും. UDF ഭരണകാലത്തെ പരിഹസിക്കുന്ന സർക്കാർ പത്ര പരസ്യത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷം. PRDയെ വച്ച് നടത്തുന്നത് ഹീനമായ പ്രചാരണ തന്ത്രമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. മുൻ സർക്കാരിനെ കുറ്റം പറയലല്ല PRDയുടെ പണിയെന്നും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് മറുപടി പറയിക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി.